ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നറൂട്ടോ സീരീസിലെ കബൂട്ടോയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് കാബൂട്ടോ, പുള്ളിക്കാരന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, പിന്നീട് എങ്ങനെ ഒരു വില്ലനായി മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. നോനോ യാക്കുഷി എന്നൊരു കഥാപാത്രം തേർഡ് ഗ്രേഡ് നിഞ്ച വാർ നടക്കുന്ന സമയം ഒരു കുട്ടിയെ കാണുന്നു. അവന്റെ തലയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടാകും. ഈ വാറ് നടക്കുന്ന സമയത്ത് ഒരുപാട് വില്ലേജുകൾ നശിച്ചു പോയിട്ടുണ്ടാകും. അതിൽ ആ ഒരു കുട്ടിയുടെ വില്ലേജും ഇല്ലാതായിരുന്നു. കൂടാതെ ഞാൻ പറഞ്ഞില്ലേ അവന്റെ തലയിൽ ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ മുൻപ് നടന്ന കാര്യങ്ങളൊന്നും അവൻ ഓർമ്മയുണ്ടാകില്ല, എല്ലാം മറന്നുപോയിരുന്നു. അങ്ങനെ ഈ ഒരു യാക്കുഷി അവന്റെ തലയിലെ മുറിവുകളൊക്കെ ഹീൽ ചെയ്തു ഈ ഒരു യാക്കുഷി നടത്തുന്ന ഒരു അനാഥാലയമുണ്ട്, അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ എത്തി അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവനൊന്നും ഓർമ്മയുണ്ടാകില്ല. അങ്ങനെ അവിടെ ഉണ്ടായ എല്ലാവരും അവന് കാബൂട്ടോ എന്നൊരു പേരും വെക്കുന്നു. അതുകൂടാതെ കബൂട്ടോക്ക് കണ്ണ് കാണില്ല എന്ന് മനസ്സിലായി അവനൊരു കണ്ണടയും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അനാഥാലയത്തിൽ നിന്നും നമ്മുടെ കബൂട്ടോ വളരാൻ തുടങ്ങും. അവിടെ നിന്നും മെഡിക്കൽ ജുട്സു ഒക്കെ പഠിച്ച് വാറിൽ പരിക്ക് പറ്റിയവരെ ഹീൽ ചെയ്യാൻ തുടങ്ങും. കാരണം ഇവർ ഹീൽ ചെയ്ത് ഷിനോബീസിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതിൽ നിന്നും ലീഫ് വില്ലേജിൽ നിന്ന് കിട്ടുന്ന പണം വെച്ചാണ് ഈ ഒരു അനാഥാലയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവർ സമാധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എപ്പോഴത്തെയും പോലെ വില്ലനായിട്ട് ഇവിടെ ഡാൻസോ വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഡാൻസോ ഇവരോട് പറയും, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ അൻപുവിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളെ കൂട്ടത്തിൽ നിന്നും നമുക്ക് ആളെ തന്നില്ലെങ്കിൽ കൊനഹയിൽ നിന്ന് വരുന്ന ഫണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ കബൂട്ടോ ആണെങ്കിൽ ഒന്നും തന്നെ നോക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് അൻപുവിൽ ചേരുന്നു. ഈ സമയം നമ്മുടെ യാക്കുഷിയൊക്കെ എതിർക്കും, നീ പോകണ്ട എന്ന് പറഞ്ഞ്. എന്നാലും നമ്മുടെ കബൂട്ടോ ഇതൊന്നും കാര്യമാക്കില്ല. അങ്ങനെ കൊനഹയിലെത്തിയ കാബൂട്ടോ അൻപുവിലും ചേരുന്നു. അൻപുവിൽ ചേർന്ന് ഒരുപാട് സ്പൈ വർക്കൊക്കെ നടത്തും. അങ്ങനെ സ്പൈ വർക്കൊക്കെ ചെയ്ത് ഒരു ദിവസം റോക്ക് വില്ലേജിൽ ഒരു സ്പൈ ആയി കയറും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ കബൂട്ടോയെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കബൂട്ടോ അൻപുവിലുള്ളതാണ്. പുള്ളിക്കാരൻ അതിൽ നിന്നൊക്കെ മാറി ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടറിനെയും അടിച്ചിട്ട് ആ ഒരു ക്യാരക്ടർ താഴെ വീഴുമ്പോഴാണ് ആ ഒരു മാസ്ക് പെട്ടെന്ന് വീഴുന്നത്. അങ്ങനെ കബൂട്ടോയെ അറ്റാക്ക് ചെയ്ത ആ ഒരു ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കബൂട്ടോയെ ആദ്യം വളർത്തിയ ആ ഒരു ക്യാരക്ടർ ഇല്ലേ, ആ ഒരു യാക്കുഷി, പുള്ളിക്കാരി ആയിരിക്കും അത്. അപ്പോൾ തന്നെ നമ്മുടെ കബൂട്ടോ ആളെ മനസ്സിലാക്കി ഹീൽ ചെയ്യാൻ വേണ്ടി നോക്കും. എന്നാൽ കബൂട്ടോ അറ്റാക്ക് ചെയ്തത് കുറച്ച് കൂടുതലായതുകൊണ്ട് പെട്ടെന്നൊന്നും ഹീൽ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു പ്രദേശത്ത് കൂടുതൽ നിന്നാൽ പണിയാകുമെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ സാധിക്കാതെ പുറകിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ സമയം ഇവിടെ കറക്റ്റായി ഒറോച്ചിമാറു വരുന്നത്. ഒറോച്ചിമാറു ഇവിടെ വന്ന സമയത്ത് കബൂട്ടോ വിചാരിക്കും തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണെന്ന്. എന്നാൽ ഇവിടെ ഒറോച്ചിമാറു വന്നത് എന്തിനാണ്, കബൂട്ടോ കറക്റ്റായി സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ സമയം നമ്മുടെ ഒറോച്ചിമാറു ആണെങ്കിൽ കബൂട്ടോയോട് സംസാരിച്ച് കബൂട്ടോ തന്റെ കീഴിൽ വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കൊനഹയ്ക്ക് വേണ്ടി നിന്ന കബൂട്ടോ പതിയെ ഒറോച്ചിമാറുവിന്റെ കീഴിലായി മാറും. അങ്ങനെ ഇവിടെ കബൂട്ടോ ആണെങ്കിൽ ആദ്യമായി കൊനഹ വില്ലേജിൽ ചുനിയൻ എക്സാമിന്റെ സമയത്ത് ഒരു ഫേക്ക് ഐഡി വെച്ച് അതിനുള്ളിൽ കയറും. അങ്ങനെ ഇതിന്റെ അകത്ത് കയറി മറ്റുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാകും പുള്ളിക്കാരൻ. അങ്ങനെ പ്ലാൻ പ്രകാരം നമ്മുടെ കബൂട്ടോ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലുള്ള നമ്മുടെ സാസ്കിയെ പിടിക്കാൻ വേണ്ടി നോക്കും. എന്നാൽ ഇവിടെ സാസ്കിയെ പ്രൊട്ടക്ട് ചെയ്ത് 7 പേരുണ്ടാകും. അങ്ങനെ ആ ഒരു 7 പേരെയും അടിച്ചിട്ട് നമ്മുടെ കബൂട്ടോ സാസ്കിയെ പിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തതാ നമ്മുടെ കക്കാഷി കറക്റ്റ് സമയത്ത് അവിടെ വന്ന് കബൂട്ടോയുടെ ആ ഒരു മാസ്ക് പൊട്ടിച്ച് കളയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആളെ ഇവർക്ക് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാസ്കെ വേഴ്സസ് ഗാറ എന്ന ഫൈറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ കബൂട്ടോ അവിടെ വന്ന് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ടെമ്പിൾ ഓഫ് നിർവാണ. ഇത് യൂസ് ചെയ്യുന്ന സമയം എല്ലാവരും ഉറങ്ങാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ കക്കാഷിക്കും മൈറ്റ് ഗെയ്ക്കും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അങ്ങനെ ഈ സമയമായിരിക്കും പെട്ടെന്ന് അവിടെ ഒറോച്ചിമാറു വരുന്നത്. പിന്നീട് എന്താണ് നടന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒറോച്ചിമാറും തേർഡ് ഹൊക്കാഗെയും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. അതിൽ അവസാനം നമ്മുടെ ഒറോച്ചിമാറു അവിടെ നിന്നും എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു, കൂടെ നമ്മുടെ കബൂട്ടോയും. എന്നാൽ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ഒറോച്ചിമാറുവിന്റെ ഒരു കൈ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ തന്റെ ഒരു കൈ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സുനാഡയുടെ ഹെൽപ്പ് ചോദിക്കും. ആദ്യം നമ്മുടെ ഒറോച്ചിമാറു സുനാഡയോട് ചോദിക്കും, നിനക്ക് എന്റെ കൈ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ, അങ്ങനെ കൊണ്ടുതന്നാൽ നിന്റെ ബ്രദറിനെയും ലവറിനെയും തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് സുനാഡയെ തന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ സമയം സുനാഡെ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഷിസുനെ വന്ന് ഒറോച്ചിമാറുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒറോച്ചിമാറു പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവുകയും ചെയ്യും. ഈ സമയം ഒറോച്ചിമാറു ഞാൻ എന്തായാലും തിരിച്ചു
വരുമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം നമ്മുടെ ഒറോച്ചിമാർക്കും മനസ്സിലാകും സുനാഡയുടെ കൂടെ ആ ഒരു പെണ്ണുള്ളിടത്തോളം തന്റെ വഴിയിൽ സുനാഡെ വരില്ല. അതുകൊണ്ട് കാബൂട്ടോയോട് ഇസുനയെ കൊല്ലാൻ വേണ്ടി പറയും. അങ്ങനെ കാബൂട്ടോ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് കറക്റ്റായി നമ്മുടെ നറൂട്ടോയും ജിറായയും അവിടെ വരുന്നത്. എന്നാൽ അതിനു മുൻപ് കാബൂട്ടോ വാസസ് സുനാഡെ എന്നൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ നറൂട്ടോ വരുന്നു, ഷാഡോ ക്ലോൺസ് വെച്ച് കാബൂട്ടോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ കാബൂട്ടോ അതിനെയൊക്കെ അടിച്ചിട്ട് കുണായി വെച്ച് നമ്മുടെ സുനാഡയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് നറൂട്ടോ വന്ന് അത് തടഞ്ഞു നിർത്തി റസെങ്കൻ വെച്ച് അടിക്കുന്ന ഐക്കോണിക് സീനൊക്കെ ഉണ്ട്. നിങ്ങൾ സീരീസിൽ ഇതൊക്കെ കണ്ടതായിരിക്കും, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒറോച്ചിമാറുവിന്റെ ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ സാസ്കയെ എങ്ങനെയെങ്കിലും പിടിക്കണം. കാരണം ഉച്ചിഹയുടെ ബോഡി എത്രത്തോളം പവർഫുൾ ആണെന്ന് നമ്മുടെ ഒറോച്ചിമാറുവിന് നല്ലതുപോലെ അറിയാം. ആദ്യം ഇറ്റാച്ചിയാണ് പിടിക്കാൻ വേണ്ടി നോക്കിയത്, എന്നാൽ അത് നടന്നില്ല. പിന്നീട് അത് സാസ്കയിൽ എത്തി. അങ്ങനെ സാസ്കയെ പിടിക്കാൻ വേണ്ടി കുറച്ചു പേർ പോകുന്നു. സാസ്കയെ പിടിച്ചിവിടെ കൊണ്ടുവരുന്നു. ഒറോച്ചിമാറുവിന്റെ കൂട്ടത്തിൽ കൂടുകയും ചെയ്യുന്നു. പിന്നീട് ഒരു സീനിൽ നമ്മുടെ സാസോരിയെ കാണാൻ വേണ്ടി കബൂട്ടോ വരുന്നുണ്ട്. കാരണം നമ്മുടെ അക്കാട്സുക്കി ആണെങ്കിൽ ഒറോച്ചിമാറുവിനെ തേടുകയാണ്. ഇതിൽ ഒറോച്ചിമാറുവിന്റെ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടി സ്പൈ ആയിട്ട് വെച്ചത് നമ്മുടെ കാബൂട്ടോയാണ്. എന്നാൽ കബൂട്ടോ എന്താണ്, നമ്മുടെ ഒറോച്ചിമാറുവിന്റെ ആളല്ലേ. അങ്ങനെ സാസോരി വരുന്ന സമയം നമ്മുടെ ഒറോച്ചിമാറുവും അതുപോലെ തന്നെ കബൂട്ടോയും ചേർന്ന് സാസോരിയെ ഇല്ലാതാക്കാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ സാസോരി വന്ന സമയം ഇവർ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് സാസോരി അല്ല ഇവിടെ വന്നത്, അത് നമ്മുടെ യാമാട്ടോ സെൻസെയാണ്. കൂടാതെ സായി, നറൂട്ടോ, സാക്കുറ 3 പേരും വന്നിട്ടുണ്ടാകും. പിന്നീട് ഇവിടെ ഉണ്ടായ ഫൈറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നറൂട്ടോയുടെ കൺട്രോളൊക്കെ പോയി ആ ഒരു വാലൊക്കെ വന്ന് ഒറോച്ചിമാറുമായിട്ടൊക്കെ ആ ഫൈറ്റ് ഒക്കെ ഇല്ലേ. എന്നാൽ അതിനിടയിൽ എത്ര പേർ ഈ ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നു. നമ്മുടെ സാക്കുറയ്ക്ക് ഇവിടെ പരിക്ക് പറ്റിയ സമയത്ത് കാബൂട്ടോ വന്ന് അവളെ ഹീല് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാസോരിയെ കൊല്ലാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് സാക്കുറയാണ്. അതുകൊണ്ടാണ് കബൂട്ടോ തിരിച്ചും ഹെൽപ്പ് ചെയ്തു കൊടുത്തത്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് പ്ലാൻ പ്രകാരം ഒറോച്ചിമാറു നമ്മുടെ സാസ്കയുടെ ബോഡി എടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഒറോച്ചിമാറുവിന്റെ റൂമിൽ നിന്നും നമ്മുടെ സാസ്കെ പുറത്തു വരുന്ന സമയത്ത് കബൂട്ടോക്ക് ഇത് ആരാണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. പിന്നീടാണ് നമ്മുടെ സാസ്കെ ഷെറിംഗൺ ഓപ്പൺ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ കബൂട്ടോ എന്ത് ചെയ്യും, അവിടെ നിന്ന് സ്പോട്ടിൽ എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മുടെ കബൂട്ടോ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറോച്ചിമാറുവിന്റെ ചാക്രയൊക്കെ എടുത്ത് എല്ലാം തന്റെ ബോഡിയിലേക്ക് വെക്കും. അതായത് കബൂട്ടോ അത്രയധികം ഓവർ പവർഡ് ആയിട്ട് മാറും. കബൂട്ടോയെ കാണാൻ തന്നെ ഒരു പാമ്പിന്റെ രൂപത്തിലാണ് ഉണ്ടാവുക. അതായത് നമ്മുടെ ഹിനാട്ട ബ്യാക്കുഗൻ വെച്ച് നോക്കുമ്പോൾ ഒറോച്ചിമാറുവിനെ പോലെയാണ് കബൂട്ടോയെ കാണുമ്പോൾ ഫീൽ ചെയ്യുക. അങ്ങനെ 4th ഗ്രേഡ് നിഞ്ച വാർ നടക്കുന്ന സമയത്ത് നമ്മുടെ കാബൂട്ടോ എന്ത് ചെയ്യും, ടോബിയെ കാണും. അപ്പോൾ നമ്മുടെ ടോബി അഥവാ ഒബീറ്റോ നമ്മുടെ കാബൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് കബൂട്ടോ ആ ഒരു റീആനിമേഷൻ വെച്ച് അക്കാട്സുക്കിയിൽ ഉണ്ടായ എല്ലാവരെയും റീആനിമേറ്റഡ് ആയി കൊണ്ടുവരുന്നത്. കൂടാതെ നമ്മുടെ മാതറയെയും. അങ്ങനെ കബൂട്ടോ പറയും, വാറിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ ഒരു ഡീലുണ്ട്, സാസ്കയെ നീ എനിക്ക് തരണം. അങ്ങനെ ടോബി ഇതിന് ഓക്കെ പറഞ്ഞ് വാറിൽ എല്ലാവരും റീആനിമേറ്റഡ് ആയി കബൂട്ടോ കൊണ്ടുവരും. അതുപോലെ അക്കാട്സുക്കി അല്ലാതെ മറ്റു കാഗേസിനെയും റീആനിമേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാലോ. നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഷിസൂയുടെ ആ ഒരു ഷെറിംഗൺ വെച്ച് ആ ഒരു റീആനിമേഷൻ തന്നെ ഇവിടെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഇറ്റാച്ചി എന്ത് ചെയ്യും, ഡയറക്റ്റ് കബൂട്ടോന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങും. ആ സമയമാണ് നമ്മുടെ സാസ്കയും ഇറ്റാച്ചിയുടെ കൂടെ വരുന്നത്. അങ്ങനെ സാസ്കെ ആൻഡ് ഇറ്റാച്ചി നമ്മുടെ കബൂട്ടോയെ കാണുകയും ഇവർ 2 പേർ ചേർന്ന് കബൂട്ടോയായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഒരു ടഫ് ബാറ്റിലാണ് നടക്കുന്നതെങ്കിലും ഇവരുടെ ഫൈറ്റ് അത്രയധികം ടഫായിട്ടാണ് പോവുക. ഈ സമയം നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഇസനാമി വെച്ച് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കബൂട്ടോ അതിനുള്ളിൽ ട്രാപ്പ് ആയി പോകുന്നു. അങ്ങനെയാണ് കബൂട്ടോന്റെ ഉള്ളിൽ നിന്നും ആ ഒരു റീആനിമേഷൻ ജുട്സ് ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ കബൂട്ടോ വാറിൽ വന്ന് നമ്മുടെ സാസ്കെ ഹീല് ചെയ്യുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ കബൂട്ടോ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതായത് ആ ഒരു ഇസനാമിൽ പെട്ട് കഴിഞ്ഞാൽ സെൽഫിഷായി ചിന്തിക്കാതെ കോമൺ ആയി ഇരുന്നാൽ അതിൽ നിന്നും ഈസി ആയിട്ട് പുറത്തു വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കബൂട്ടോയെ പറ്റി നമുക്ക് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു കബൂട്ടോ വില്ലനാണോ അതോ ഹീറോ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുമല്ല. താൻ ആരുടെ കൂടെയാണോ ഉണ്ടായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായി ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ കബൂട്ടോ. അപ്പോൾ ഈ ഒരു കബൂട്ടോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.